ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞ ഒരു നിമിഷത്തിൽ വെളിച്ചമായി എത്തിയ സുഹൃത്തിനെ ഒന്ന് കാണണം എന്ന ആഗ്രഹമാണ് കൃഷ്ണപ്രസാദിന്. 38 വർഷങ്ങൾക്ക് മുൻപ് കടൽ കടന്ന് കോഴിക്കോട് എത്തിയെങ്കിലും അന്ന് ബാക്കി വെച്ച ഒരു കടം കൃഷ്ണപ്രസാദിനെ ഇന്ന് അലട്ടുകയാണ്. ഒപ്പം സുഹൃത്തിനെ കണ്ടെത്താൻ കഴിയാത്ത നിരാശയും. ഭയങ്കര പ്രയാസ. കണ്ടുപിടിക്കാനാവുമായിരിക്കും. ഈ ഒരു വാർത്ത കണ്ട് അദ്ദേഹം ഈ ഒരു വാർത്ത കാണട്ടെ. ആ ഓർമ്മകൾ കൃഷ്ണപ്രസാദിന് അത്രമാത്രം പ്രിയപ്പെട്ടതും വേദനിപ്പിക്കുന്നതുമാണ്. കാലം ഇത്ര കടന്നിട്ടും 1983 കേരള ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അതിന് കീഴിൽ ലിബിയയിൽ PECHU അതായത് പ്രോജക്റ്റ് ആൻഡ് എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹൗസിംഗ് യൂണിറ്റിൽ അതിൽ മെക്കാനിക്കായിട്ട് സെലക്ഷൻ കിട്ടിയിട്ട് ഒരു 3.5 വർഷത്തോളം ലിബിയയിൽ നിന്നു. തിരിച്ചു വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് ഹാൻഡ് ബാഗ് അന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ നമുക്ക് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം, കമ്പ്യൂട്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് തൂക്കം അധികം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ ലിബിയൻ ദിനാറില്ലായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടുവന്ന ഒരാളുണ്ട്, തിരുവനന്തപുരത്തുള്ള കണ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം എനിക്ക് ഒരു 18 റിയാലാന്ന് തോന്നുന്നു, അതിൻ്റെ ഇന്ത്യൻ മണി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അഡ്രസ്സും തന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ബോംബെയിലെത്തി നോക്കുന്ന സമയത്ത് എൻ്റെ ബാഗേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടുതൽ അഡ്രസ്സും നഷ്ടപ്പെട്ടു. അന്ന് മുതൽ മാനസികമായിട്ട് വലിയ പ്രയാസമായിരുന്നു. അവിടുന്ന് അദ്ദേഹമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു. ഭയങ്കര ഓഫീസിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ മെക്കാനിക്കായിട്ടും ജോലി ചെയ്യും. അതേ അവസരത്തിൽ സൈറ്റിലെ എഞ്ചിനീയർ കൂടെ വണ്ടി എടുത്തിട്ട് പോവുകയും ചെയ്യും. ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി ഡ്രൈവർ പറ്റില്ലാന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തിട്ട് എഞ്ചിനീയർ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. കടൽ കടന്നെത്തി ജീവിതത്തിന്റെ പ്രാരാബ്ധ ഘട്ടങ്ങളിലും പല വഴികളിലൂടെയും ഇന്നും തന്റെ സുഹൃത്തിനെ തേടി കൃഷ്ണപ്രസാദ് അലയുകയാണ്. ആ വന്ന സമയത്തിന് ഒരുപാട് ട്രൈ ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ രണ്ടാമത് ജോലി കയറി, ഇവിടെ മെക്കാനിക്കായി ജോലി കയറി, പിന്നെ ടൂറിസ്റ്റ് ടാക്സി, ബസ് എടുത്ത് ആ സമയത്ത് നമ്മൾ സമയദോഷം കൊണ്ട് അതൊക്കെ പൊട്ടിയ സമയത്ത് വീണ്ടും പോവുക. ബാക്കി വെച്ച കടം വീട്ടുക മാത്രമല്ല, അന്ന് ചേർത്ത് പിടിച്ച മനസ്സിനെ വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടണം. സമ്മാനങ്ങൾ നൽകണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, ആ പണം തിരിച്ചു നൽകണം. ഈ ആഗ്രഹങ്ങൾക്കെല്ലാം അയാൾ ജീവിച്ചിരിപ്പുണ്ടാവണം. കൃഷ്ണപ്രസാദിന്റെ സുഹൃത്തിനായി നമുക്കും കൈകോർക്കാം. നമ്മളായിട്ട് ഒന്ന് ബന്ധപ്പെടില്ലെങ്കിൽ മാതൃഭൂമിയായിട്ട് ഈ സഹായം ചെയ്ത് നിങ്ങളായിട്ട് എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടാൽ ഞാൻ അവിടെ വേണമെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നാലും അതിനുള്ള എല്ലാ ചിലവുകളും ഞാൻ എടുക്കുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ജീവിതത്തിൽ വലിയൊരു എന്താ പറയേണ്ടത്, ഒരു സമാധാനം നമുക്ക് കിട്ടുന്ന സംഗതിയാണ്. നമ്മൾ ആയുസ് എത്രയെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം മരിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. ജോം ടിക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാരയുണ്ട് കൂടെ. ഗുഡ് മോർണിംഗ് നയൻതാര. ഇങ്ങനെ സൗഹൃദങ്ങളൊക്കെ വർഷങ്ങൾക്ക് ശേഷവും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരെന്നൊക്കെ പറഞ്ഞാൽ പൊന്നിൻ്റെ വിലയാണ് അവർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും തിരുവനന്തപുരം സ്വദേശിയായ ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടാവട്ടെ, ഭംഗിയായിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. അല്ലേ നയൻതാര? അതെ മോത്തി, അതെ. ഈ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടപ്പം കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഫോണിലായിരുന്നു സംസാരിച്ചത്. അപ്പം എന്നോട് തന്നെ എനിക്ക് ഫോണിലല്ല സംസാരിക്കേണ്ടത്, എനിക്ക് നേരിട്ട് സംസാരിക്കണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവൂ. അപ്പം ഞാൻ നേരിട്ട് പോയി. അപ്പം തുടക്കത്തിൽ തന്നെ കണ്ടില്ലേ അദ്ദേഹം കരയുന്നത്. അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ട സുഹൃത്താണത്. എത്ര വർഷമായി, 38 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. അദ്ദേഹം അന്ന് അവിടുന്ന് വരുമ്പം, അന്ന് ആ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഇല്ലാതായത്, അന്ന് ലിബിയയിൽ നിന്നൊക്കെ അവിടുന്ന് ജോലിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വരുമ്പം അദ്ദേഹം പറഞ്ഞതാണ്, അക്കൗണ്ടുകളൊക്കെ, അതായത് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പൂർണ്ണമായും അവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ, ക്ലിയർ ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഇല്ലാതായിപ്പോയത്. അങ്ങനെ ഈ സുഹൃത്ത് അദ്ദേഹത്തോട് പറയുകയാണ്. കാരണം അദ്ദേഹം നാട്ടിലേക്കൊക്കെ സ്വാഭാവികമായിട്ടും ഈ ജോലിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വരുമ്പം വീട്ടിലെ കുട്ടികൾക്കായാലും
ഭാര്യയ്ക്കായാലും അച്ഛനമ്മമാർക്കൊക്കെ വേണ്ടി ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവുമല്ലോ. നീ വിഷമിക്കേണ്ട, നിനക്ക് പണം ഞാൻ തരാം, നീ സാധനങ്ങളൊക്കെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാൽ ആ സുഹൃത്ത് പണം നൽകുകയാണ്. കൃഷ്ണപ്രസാദേട്ടൻ പറഞ്ഞ പോലെ അന്നത്തെ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 1500 അങ്ങനെ ആ ഒരു ഇതിലാണ് വരുന്നത്. അന്നത്തെ 1500 എന്നൊക്കെ പറയുമ്പം എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അന്ന് 1500 എന്നൊക്കെ പറയുമ്പോൾ വലിയ പൈസ തന്നെയാണ്. അപ്പോൾ അന്ന് കൃഷ്ണപ്രസാദേട്ടൻ നാട്ടിലെത്തുന്നു. ആ സുഹൃത്ത് അന്ന് ഒരു ചെറിയൊരു കടലാസിൽ അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സും അടങ്ങിയ ഒരു ചെറിയൊരു കടലാസ് കൃഷ്ണപ്രസാദേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ തിരിച്ച് നാട്ടിലെത്തിയപ്പം അദ്ദേഹം ബാഗൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ സർട്ടിഫിക്കറ്റുകളും അടങ്ങുന്നൊരു ചെറിയൊരു കവർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതായി അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഇതിനകത്തായിരുന്നു ആ സുഹൃത്ത് നൽകിയ അഡ്രസ്സും പേരും ഒക്കെ ഉള്ളത്. അങ്ങനെ അത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പം ചേട്ടന് ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ ചേട്ടൻ തളർന്നില്ല. അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. പല ആളുകൾ വഴി, പോലീസ് സ്റ്റേഷൻ വഴി, അതുപോലെ മൊബൈൽ കമ്പനികൾ വഴി, അറിയാവുന്ന സുഹൃത്തുക്കൾ വഴി, മാധ്യമപ്രവർത്തകർ വഴി ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തി. പക്ഷേ പലരും അദ്ദേഹത്തെ ഒഴിവാക്കുന്ന രീതിയിൽ അന്വേഷിക്കാം, നോക്കാം എന്ന് പറഞ്ഞ് പോയതല്ലാതെ തിരിച്ചാരും റെസ്പോണ്ട് ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പഴയ ലിബിയെന്ന് കൊണ്ടുവന്ന ആ പെട്ടി ഒന്ന് നോക്കിയായിരുന്നു. അങ്ങനെ അതിനകത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കഷ്ണ പേപ്പർ കിട്ടി. ആകെ കീറി നാശമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ പേപ്പർ കണ്ടപ്പം വളരെ സന്തോഷം തോന്നി. അന്ന് ആ കളഞ്ഞു പോയ പേപ്പറാണ് ഇത്. അന്ന് ആ സർട്ടിഫിക്കറ്റുകളുടെ കൂടെ കളഞ്ഞു പോയത് കൃഷ്ണപ്രസാദേട്ടൻ എഴുതിയ അന്ന് എഴുതിയ ആ സുഹൃത്തിൻ്റെ പേരും അഡ്രസ്സ് എഴുതിയ പേപ്പറാണ് കളഞ്ഞു പോയത്. ഇത് ഒറിജിനൽ പേപ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പെട്ടിയിലുണ്ടായിരുന്നത്. വർഷങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ ഈ പെട്ടിക്കകത്ത് ആ ഒരു കഷ്ണം പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 1.5 വർഷം മുമ്പാണ് അദ്ദേഹം കൃഷ്ണപ്രസാദേട്ടൻ ഈ ഒരു പേപ്പർ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ അഡ്രസ്സിൽ അന്വേഷിച്ചപ്പം ആളെ കണ്ടെത്താനായില്ല എന്നാണ് പറയുന്നത്. ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഫോൺ നമ്പർ ഒരുപാട് വർഷങ്ങളായല്ലോ. അപ്പം ആ ഫോൺ നമ്പറൊന്നും ഉണ്ടാവില്ല. ഫോൺ കമ്പനികളുമായൊക്കെ ബന്ധപ്പെട്ടപ്പം അന്വേഷിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വാർത്ത തിരുവനന്തപുരത്തുകാരൻ ആയ കണ്ണൻ ചേട്ടൻ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൻ ചേട്ടൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ കൃഷ്ണപ്രസാദേട്ടനെ, കോഴിക്കോട്ടുള്ള കൃഷ്ണപ്രസാദേട്ടനെ കോൺടാക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാർത്ത കാണുന്ന മറ്റാരെങ്കിലും, നമുക്ക് എല്ലാവർക്കും കൂടെ കൃഷ്ണപ്രസാദേട്ടൻ ആ സുഹൃത്തിനെ കണ്ടുപിടിച്ചു കൊടുക്കാം, അല്ലേ? ശരിയാണ് നയൻതാര, ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രേക്ഷകരൊക്കെ പൊളിയാണ്. അവർ നമ്മുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പാണ്. കൃഷ്ണപ്രസാദ് ചേട്ടൻ്റെ ആ മാനസികാവസ്ഥയുണ്ടല്ലോ, അത് റിപ്പോർട്ടിലൂടെ വളരെ വ്യക്തമായതാണ് പ്രേക്ഷകർക്കൊക്കെ. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാർ, ഇവിടെ എവിടെയെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും പ്രദേശത്ത് ഈ മനുഷ്യനെ കണ്ടെത്താൻ കഴിയുന്നു എങ്കിൽ ഈ റിപ്പോർട്ടിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഇവർ തമ്മിൽ ബന്ധപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് അഭ്യർത്ഥിക്കാം. നയൻതാര, ഞാനും അഭ്യർത്ഥിക്കുകയാണ് പ്രേക്ഷകരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ശരി നയൻതാര.